പഴുത്തില്ലല്ലേ എണ്ണ ഇത്? നാളത്തേക്ക് പഴം സാറേ, നാളത്തേക്ക് പഴം. ഇപ്പൊ നാളെ എനിക്ക് തിന്നത് തോന്നണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ആ പച്ച ഗ്രേപ്സ് പറഞ്ഞ എടുത്തേ. ഇതാ കഴിയണം. എന്ത് വില കിലോ? 100 രൂപ സാറേ, 1 കിലോ 100 രൂപ. 100? അതെ. ഓ ഭയങ്കര പുളി. സീസൺ അല്ലല്ലോ സാറേ ഇപ്പം. ഭയങ്കര പുളി പോട്ടോ. ഈ ഓറഞ്ച് അത് വില കിലോ 120 കുറച്ചുകൂടെ പുളി കാണും. ഈ ഫ്രൂട്ട്സ് എല്ലാം പുളി തന്നെ. മധുരമുള്ള ഒരു ഫ്രൂട്ട്സും ഇല്ല നിന്റെ ഇടയിൽ. ഇപ്പൊ അല്പം മഴ സമയമല്ലേ? ഓ ആ എവിടെ പോയി? ഞാൻ തക്ലിമോളെ സ്കൂൾ ബസ് കയറ്റിയിടാൻ പോയതാ. ആ ഞാൻ വീട്ടിൽ ചെന്നപ്പം കനകൻ അവളെ കൊണ്ടുവിടാൻ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിമേ കയറ്റി ഞാൻ കൊണ്ടുവിടാറുണ്ട്. അങ്ങനെ ഞാൻ കയറ്റി വിടാൻ പോയതാ. ഓഫീസിലൊന്നും പോകണം? ഓഫീസിൽ പോകണം, പക്ഷെ ഇന്ന് ലീവാക്കി. ഞാൻ ചെന്നിട്ട് വേണം വീട്ടിൽ എന്ത് ഉണ്ടാക്കിയിട്ട് എനിക്ക് മുമ്പ് കഴിക്കും. എടാ ഭാര്യയുണ്ട്. സംഭവം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വരുന്ന വഴിക്ക് ഉമ്മയും പെണ്ണുങ്ങളും തമ്മിൽ പൊരിഞ്ഞ കച്ചറ. ഇത് കണ്ടിട്ടുമ്പോൾ ആണുങ്ങൾ എത്ര സഹിച്ച് നിൽക്കും? സഹിക്കാൻ പറ്റുമോ? ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്ത് ഇടത്തെ തോന്നുന്നു. ആ പിന്നെ ഉമ്മനെ തല്ലാൻ പറ്റുമോ? അതെ. ഈ തല്ലും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാ. പിന്നെ ഞാൻ ഉമ്മനെ വിളിച്ചപ്പോഴല്ലേ കാര്യം അറിയണത്. ഓള് പിണങ്ങി ഇറങ്ങി വീട്ടിൽ പോയടാ. ആ അപ്പൊ ഇനി കഴിക്കണേ ഞാൻ ഉണ്ടാക്കണ്ടേ? നമ്മുടെ ആണുങ്ങൾ തോറ്റു കൊടുക്കരുത്. അങ്ങനെയൊന്നും പെടണ്ട. നമ്മുടെ ആഹാരമൊക്കെ ഉണ്ടാക്കിയാലും പെണ്ണുങ്ങൾ അങ്ങനെ അഹങ്കാരം കാണിക്കില്ല. ഒരു തല്ലുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നീ അവൾ ഇറങ്ങി പോയി പോട്ടെന്ന് വെക്ക്. അങ്ങനെയുള്ള സാധനം എന്തിനാ നമുക്ക് വേണ്ട. പിന്നെ അവള് പോയത് നിന്റെ പിടിപ്പ് കേടുണ്ട്. അതായത് അവള് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ആണുങ്ങളെ പിടിപ്പ് കേട്. അതെ, അത് ആണുങ്ങളെ പിടിപ്പ് കേടാണ്. ഇന്നേ ഇതുപോലെ ഒരു ചെറിയ വിഷയം എന്റെ വീട്ടിൽ ഉണ്ടായി. ഞാനും തങ്കമായിട്ട് 1-2 ഒക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉടക്കി ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. തങ്കമല്ല, തങ്കത്തിന് ഞാൻ കൊടുത്തു. നിന്റെ വീട്ടിലെ കാര്യമല്ല, എന്റെ വീട്ടിലെ കാര്യമാണ്. കൊടുത്തിട്ടെന്താ കൊണ്ടുകൊണ്ട് പൂച്ചയെ പോലെ ഒരിടത്ത് മിണ്ടാതെ കിടപ്പുണ്ട്. ആ പെണ്ണുങ്ങള് അങ്ങനെ ആയിരിക്കണം, നമ്മൾ അങ്ങനെ ആക്കി എടുക്കണം. നിന്റെ പോലെയും നിന്റെ പിടിപ്പ് വിടുകൊണ്ട. എന്റെ തങ്കം ഉണ്ടല്ലോ, ഞാനെന്ന് പറഞ്ഞ് വിറയ്ക്കും. അതെ അതെ അതെ. നിന്റെ ഭാഗ്യം കേട്ടോ, ഇങ്ങനെ അടക്കം ഒതുക്കുള്ളൊരു ഭാര്യനെ കിട്ടില്ല എനിക്ക്. ഭാഗ്യാണ്. അതൊക്കെ യോഗം വേണം അവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല.